പാലപ്പള്ളിയിൽ മാലിന്യക്കുഴിയിൽ കുടുങ്ങിയ ആനയെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യമാണ്. ആനയുടെ കൈകാലുകളൊക്കെ ഉയർത്താൻ കഴിയുന്നുണ്ടെങ്കിലും ശിരസ് ഉയർത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ ശിരസിനോട് ചേർന്നുള്ള ഭാഗത്ത് മണ്ണിടിച്ചുകൊണ്ടിരിക്കുന്നു. ലിഷോയ് തുടരുന്നുണ്ട്. ലിഷോയ്, കുറച്ച് വെല്ലുവിളി നിറഞ്ഞ ദൗത്യം തന്നെ അല്ലേ? തീർച്ചയായും കുറച്ച് വെല്ലുവിളി നിറഞ്ഞ ദൗത്യം തന്നെയാണ്. പക്ഷേ അധികം വൈകാതെ തന്നെ അത് സാധ്യമാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ആശ്വസിക്കാവുന്ന അല്ലെങ്കിൽ ആശിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നിലവിൽ ഈ ആന കിടക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് കുറച്ച് വളഞ്ഞാണ് കിടക്കുന്നത്. ആനയുടെ ആ ഒരു മുകൾ ഭാഗം, തലയുടെ ഭാഗമെല്ലാം തന്നെ കുറച്ച് ഉയർത്താനായി കഴിയാത്ത ഒരു കാര്യമുണ്ട്. ആനകളെല്ലാം തന്നെ കിടന്ന് എഴുന്നേൽക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കും. അതായത് ഈ തല ഉയർത്തി ആണ് ശരീരം അത് ബാലൻസ് ചെയ്താണ് സാധാരണഗതിയിൽ എഴുന്നേൽക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ആ കിടക്കുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ ഒരു സ്ഥലത്തായിരുന്നു. അതുകൊണ്ടാണ് ആനയ്ക്ക് എഴുന്നേൽക്കാനായി തീരെ കഴിയാൻ ദൃശ്യത്തിൽ ഈ ആന ഒട്ടും ചലിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം തന്നെ ഇല്ല, ആന ചലിക്കുന്നുണ്ടായിരുന്നു. ഇത്ര സമയം ചലിക്കുന്നുണ്ടായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇനിയിപ്പോൾ കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചലനം നിലവിൽ ഈ ആനയ്ക്ക് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെയുണ്ട്, വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെയുണ്ട്. കയറൊക്കെ ഇട്ടുകൊടുത്ത് രക്ഷിക്കാനുള്ള കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. നേരത്തെ അതൊക്കെ അത്തരത്തിലുള്ള തീർച്ചയായും നേരത്തെ അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും പക്ഷേ ഇപ്പോൾ ആ ഒരു തരത്തിലും അത്തരത്തിലുള്ളൊരു ശ്രമം വിജയിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആനയുടെ ഒരു ചലനം നേരത്തെ ഉണ്ടായിരുന്ന വന്ന സമയത്ത് നമ്മൾ ഇവിടെ കണ്ടിരുന്ന ഒരു ചലനം ഇപ്പോൾ ആനയ്ക്കില്ല. തുമ്പിയും അതുപോലെ തന്നെ കൈകാലുകളും എല്ലാം തന്നെ അനങ്ങാതെ കിടക്കുകയാണ്. അതൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതൽ പരിശോധനകൾ നടത്തിയാലേ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. നിലവിൽ ആനയുടെ തൊട്ടു മുമ്പ് ഒരു കയറിട്ട് കൊടുത്തപ്പോൾ തുമ്പിക്കൈ കൊണ്ട് ചെറുതായിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു, കൈകാലുകൾ ഉയർത്തുകയായിരുന്നു. ഇപ്പൊ ചലനമറ്റ അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. അത് സങ്കടകരമായ കാര്യമാണെന്ന് തോന്നുന്നല്ലോ ലിഷ. അതെ, ആ കാര്യങ്ങളിലും ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പരസ്പരം സംസാരിക്കുന്നുണ്ട്. അവർക്കും ഒരു ആശങ്കയുണ്ട് ഈ ഒരു കാര്യത്തിൽ. നമ്മൾ ഭയപ്പെടുന്ന കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന്. അതെ, കണ്ണുകളിലും തുമ്പിക്കും കൈകാലുകൾക്കും ഒന്നും തന്നെ ഇപ്പോൾ ചലനമില്ല. വളരെ വലിയ രീതിക്ക് ചലിച്ചിരുന്നതാണ്. അതായത് അത്യാവശ്യം എഴുന്നേൽക്കാനായി പരമാവധി ശ്രമിച്ചിരുന്നതാണ്. പക്ഷേ അതൊന്നും തന്നെ വിജയം കണ്ടില്ല. ഇപ്പോൾ ആനയുടെ കണ്ണുകൾ തുറന്നു കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൈകാലുകൾ നേരത്തെ ഇട്ട അതേ സ്ട്രക്ചറിൽ തന്നെ കിടക്കുകയാണ്. ഇപ്പോൾ ഒരു അനക്കം തോന്നുന്നില്ല. അതാണ് ഇപ്പോൾ ഒരു ആശങ്ക ഉണ്ടാക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അക്കാര്യങ്ങളിലൊരു പരിശോധന നടത്തണം എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഫോറസ്റ്റിൻ്റെ ചാലക്കുടി ഡിവിഷനിലെ RRT സംഘത്തിൽ നിന്നുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ആ ഒരു ആനയുടെ അടുത്തേക്ക് ഇപ്പോൾ കടക്കുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ജീവൻ നഷ്ടമായോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ആനയുടെ അവസ്ഥ. അടുത്തേക്ക് പോകാൻ കഴിയില്ല. ഒരു തരത്തിലും ഇപ്പോൾ ഒരു ചലനവുമില്ല. കണ്ണുകളും അനങ്ങാതായതോടുകൂടി മരണം സംഭവിച്ചോ എന്ന് സംശയിക്കുന്നു. ലിഷോയ്, എങ്ങനെയാണ് പരിശോധിക്കുക ഇപ്പോൾ? വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും ഉൾപ്പെടെയുള്ളവരിവിടെ ഉണ്ട്. എന്തായാലും അക്കാര്യങ്ങളെല്ലാം തന്നെ ഒരു പരിശോധന വേണമെന്നുള്ളതാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരായാലും ഒറ്റയടിക്ക് എന്തെങ്കിലും തരത്തിൽ നമ്മൾ ഭയപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ ആശങ്കപ്പെടുന്നത് പോലെ ആനയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒറ്റയടിക്ക് എന്തായാലും അവർക്കും സ്ഥിരീകരിക്കാൻ കഴിയില്ല. കാരണം അതൊരു സാങ്കേതികമായി കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. എന്തായാലും അക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു അല്പസമയത്തിനകം ഒരു വ്യക്തത വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു ആനയുടെ ഒരു കിടപ്പ് കാണുമ്പോൾ തന്നെ സാധാരണഗതിയിൽ ഇവിടെയുള്ള നാട്ടുകാർക്കെല്ലാം തന്നെ പറയുന്നത് ഇത്തരത്തിൽ ആനയുടെ ജീവൻ നഷ്ടപ്പെട്ടോ എന്നുള്ളൊരു സംശയം തന്നെയാണ് അവരും പ്രകടിപ്പിക്കുന്നത്.
ഈ RRT സംഘം നിലവിൽ ഇവിടെയുണ്ട്. അതിനോടൊപ്പം തന്നെ വനംവകുപ്പും ഇവിടെയുണ്ട്. നമുക്ക് ഉദ്യോഗസ്ഥരോട് ചോദിക്കാം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ ഏതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അവർ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ. എന്തെങ്കിലും ഇപ്പോൾ അവർ ഇനിയും രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഡോക്ടർ ഇവിടെ ഇല്ലേ? നിലവിൽ ഇവിടെ ഇല്ലേ? വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. നിലവിൽ ഡോക്ടർ എത്തി പരിശോധിച്ചതിന് ശേഷമേ അക്കാര്യങ്ങളിലൊരു വ്യക്തത വരൂ എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഉദ്യോഗസ്ഥർ പരസ്പരം സംസാരിക്കുന്നതും അതിനോടൊപ്പം തന്നെ ഫോണിലൂടെയെല്ലാം സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആനയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു സ്ഥിരീകരിക്കാത്ത വിവരമാണ്. കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ഡോക്ടർ ഇവിടെ എത്തി പരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഏകദേശം അക്കാര്യങ്ങളിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം മാത്രമേ ഇനി വേണ്ടി വരുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ ആന പലപ്പോഴും കിണറിൽ വീഴുന്ന സാഹചര്യം കണ്ടിട്ടുണ്ട്, ആഴമുള്ള കുഴിയിൽ വീഴുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും അവശനാകാനുള്ള സാഹചര്യം എന്തായിരുന്നു അവിടെ? ആദ്യം തലകീഴായി മറിഞ്ഞു എന്ന് പറഞ്ഞ അതിനുശേഷം ആന സ്വയം പ്രയത്നത്തിലാണോ ഈ ശിരസ് നേരത്തെ കണ്ടതുപോലെ മുകളിലേക്ക് കൊണ്ടുവന്നത്? അപ്പോഴെന്തെങ്കിലും ക്ഷതം സംഭവിച്ചതായിരിക്കാം ഒരുപക്ഷെ, അല്ലേ? അതായത് വളരെ ചെറിയൊരു കുഴിയായിരുന്നു. ആ കുഴിയിൽ നമ്മൾ ആദ്യം കൊടുത്ത ദൃശ്യങ്ങൾ നമുക്ക് കൃത്യമായി വ്യക്തമാണ്. അതായത് ആനയ്ക്ക് അനങ്ങാൻ കഴിയാത്ത വിധത്തിലേക്കുള്ള ഒരു കുഴിയിലേക്കാണ് ആന വീണിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2-3 മണിക്കൂർ ആ ഒരു സ്ട്രക്ചറിൽ തന്നെ കിടക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായി. അതാണ് ഏറ്റവും ക്രൂഷ്യലായ ഒരു കാര്യം എന്നുള്ളതാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ അതിനുശേഷം പിന്നീടാണ് ഈ JCB ഉപയോഗിച്ച് വശങ്ങളൊക്കെ തന്നെ വലുതാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് ആനയ്ക്ക് ഉയർന്ന് വരാനായുള്ളൊരു അല്ലെങ്കിൽ ഇനി എഴുന്നേറ്റ് നിൽക്കാനായുള്ളൊരു ശ്രമമൊക്കെ നമ്മളെ എത്തിയതിനു ശേഷം നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടതാണ്. പക്ഷേ അതെല്ലാം തന്നെ വിഫലമായി എന്നുള്ളതാണ്. കാരണം ആനയ്ക്ക് അവിടെ നിന്ന് ഇനി എഴുന്നേറ്റ് നിൽക്കാനായി യാതൊരു വിധത്തിലും കഴിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളിൽ വ്യക്തത കുറവുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഒരുപക്ഷെ പല കാരണങ്ങളാണ് ഉള്ളത്. ഒരുപക്ഷെ ഓവറായി സ്ട്രെയിൻ എടുത്ത് ഈ കുഴിയിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള ഒരു ശ്രമം, അത് ഏതെങ്കിലും തരത്തിൽ ആന്തരികമായി ക്ഷതങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? അതിനോടൊപ്പം തന്നെ മറ്റ് ഈ വീഴ്ചയിൽ ഏതെങ്കിലും തരത്തിൽ ക്ഷതങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ, അതിലെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും ഇവിടുത്തെ ഈ ഒരു സാഹചര്യം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നത് ഇത് ആശങ്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് എന്തായാലും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ കാട്ടാനയ്ക്ക് ഈ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു പ്രാഥമികമായ ഒരു വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. പാലാപ്പള്ളിയിലാണ്, ചിമ്മിനി ഡാമിനോടൊക്കെ ചേർന്ന പ്രദേശമാണ്. ആനകൾ സാധാരണ കാട്ടാനകളൊക്കെ ജനവാസ മേഖലയ്ക്ക് ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു കാട്ടാനക്കുട്ടി മാലിന്യക്കുഴിയിൽ വീഴുകയും ആദ്യം അത് തലകീഴായി മറിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ ചെറിയ കുഴിയായിരുന്നു, അതിൽ തിങ്ങി ഞെരുങ്ങിയ പോലെയാണ് ഈ ആനക്കുട്ടി കടന്നിരുന്നത്. അവിടുന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തി. പിന്നീടാണ് ആളുകൾ അറിഞ്ഞ് JCB ഒക്കെ കൊണ്ടുവന്ന് മണ്ണ് മാറ്റി കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. അവസാനം ഒരു 10 മിനിറ്റ് മുമ്പ് വരെ ചലനമുണ്ടായിരുന്നു.